ഓരോ വലികളും ഓരോ നബി വഴിയിൽ വന്നവരാ. എൻ്റെ മടവൂർ പെരിയ റബ്ബിൻ കഥമെടുത്ത് നടന്നവരാ. മുത്ത് മടവൂരിൻ്റെ കഥമ് വേറെയാണ്, ഒറ്റയാണ്, ഒന്നിനോടും തുല്യമാക്കാൻ പറ്റിയതല്ലെന്നുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തൊള്ള പൊളന്ന കൂതറപ്പാട്ട് പാടുന്ന ചങ്ങായിയാണിത്. എന്ത് തോന്നിയാലും അയാൾ പാടും. ഒരു ട്യൂണും ഈണത്തിലെ രാഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു മദ്ഹായി എന്നാണ് ഈ കൂതറ ചങ്ങായി വിചാരിച്ചിട്ടുള്ളത്. ഇവന്ത് ഊളത്തരം പാടിയാലും ന്യായീകരിക്കാൻ വേണ്ടി 3-4 അടുപ്പുങ്കല്ല് മാതിരിയുള്ള തലയെക്കെട്ടും കെട്ടി കള്ളത്തൊരിക്കത്ത് തരും. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇബ്ലീസിനെ നല്ലവനാക്കി ചിത്രീകരിച്ചു. അതുപോലെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയെ സംബന്ധിച്ച് പോരിഷയാണെന്ന് പറഞ്ഞിട്ട് എന്താണ്ടൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. ഒക്കെ നമ്മൾ മുമ്പേ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഇപ്പം പറയുന്നത് എന്താണ്? ഓരോ ഔലിയാക്കളും ഓരോ അമ്പിയാക്കളുടെ കഥമിലായിരിക്കും. അപ്പോൾ CM വലിയുള്ളാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കഥമിൽ നേരിട്ട് വന്ന ആളാണ് എന്ന്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി തെറിയൂർ കുഞ്ഞമ്മദും അബ്ദുസമ്മദ് അൻവരിയും അതുപോലെ ഒതുക്കുങ്ങല നൗഷാദും ഇറങ്ങുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇതിന് ന്യായീകരണം, കാരണം ഇബ്ലീസിനെ ന്യായീകരിച്ച് അവർക്ക് ഇതല്ല അതിൻ്റെ അങ്ങേപ്പുറം ന്യായീകരിക്കാണ്ടാവും. അഭിനവ ചേകന്നൂരികളാണല്ലോ, ആ ചേകന്നൂരിൻ്റെ ആശയങ്ങൾ പറയാണ്ടാവും. ഓരോ അമ്പിയാക്കന്മാർക്കും വ്യത്യസ്തങ്ങളാകുന്ന സ്വഭാവ ശൈലിയുള്ളവരായിരിക്കും. ആ അമ്പിയാക്കന്മാരുടെ ഓരോ അമ്പിയാക്കന്മാരുടെയും വിറാസത്തിലായിരിക്കും ഓരോ ഔലിയാക്കളും വരിക. ആ പറഞ്ഞത് ശരി തന്നെയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദമിലാണ് നാം. അപ്പോൾ 1,24,000-ഓളം അമ്പിയാക്കളുണ്ടെങ്കിൽ അതിനേക്കാളും എത്രയോ ഇരട്ടി ഔലിയാക്കളുണ്ടെങ്കിൽ ആ മുൻഗാമികളാകുന്ന അമ്പിയാക്കന്മാരുടെ ഓരോ വിറാസത്തിലായിരിക്കും വരിക. ആ പറഞ്ഞിടത്ത് ക്യാറുണ്ട്, അത് നമ്മൾ നിഷേധിക്കല്ല. എന്നാൽ അതേ സമയത്ത് CM വലിയുള്ളാഹി അള്ളാഹുവിൻ്റെ കഥമിലാണ് വന്നതെന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ത്വരീഖത്തിൽ വന്നു എന്നോ മറ്റേതെങ്കിലും അമ്പിയാക്കന്മാരുടെ ത്വരീഖത്തിൽ വന്നു എന്നോ ഖിദർ നബി അലൈഹി സ്വലാമിൻ്റെ റൂട്ടിൽ വന്നു എന്നൊന്നും അല്ല പറയുന്നത്. എല്ലാ ഔലിയാക്കളും മുൻഗാമികളാകുന്ന അമ്പിയാക്കന്മാരുടെ റൂട്ടിൽ വന്നതാണ്. എന്നാൽ അതേ സമയത്ത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അള്ളാഹുവിൻ്റെ നേരിട്ട് വന്നതാണ്. ആ കവിത ചൊല്ലിയപ്പോൾ അതങ്ങനെ ഈണത്തിൽ ചൊല്ലിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവൻ അതിനെ സംബന്ധിച്ച് ചിന്തിക്കപ്പെടാതെ പാടിയതാണെന്ന് അത് തോന്നുന്നുണ്ടോ? അതുമല്ല. അവനൊക്കെ നന്നായി ചിന്തിച്ചിട്ടാണ് ഇതൊക്കെ പാടുന്നത്. എന്താ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം നിങ്ങൾക്കറിയോ? ഓരോ അമ്പിയാക്കന്മാർ കാട്ടുന്ന മുഅ്ജിസത്തുകളും അത് ഔലിയാക്കന്മാർ കാട്ടും, അത് കറാമത്തുകൾ. അത് ഓരോ അമ്പിയാക്കന്മാരെങ്ങനെ കാട്ടും, ആ അമ്പിയാവിനെ ആ നബീനെ ഇത്തിബാഅ് ചെയ്ത് വന്ന ഔലിയാക്കൾക്ക് ആ റൂട്ടിൽ കറാമത്ത് കാണിക്കാനേ കഴിയുള്ളൂ. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ കഥമിൽ വന്നു എന്ന് പറയുമ്പോൾ 1,24,000-ഓളം അമ്പിയാക്കന്മാരുടെയും മുഅ്ജിസത്തുകൾ കാണിക്കാൻ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിക്ക് കഴിയുന്നു. അത് സമർത്ഥിക്കാനാണ് ഈ കോന്തൻ ആ രൂപത്തിൽ പറഞ്ഞത്. നിങ്ങൾ വിചാരിച്ചോ ആ കോന്തൻ കൂതറപ്പാട്ട് വെറുതെ അങ്ങനെ പാടിയതാണ്? അല്ല. 1,24,000-ഓളം അമ്പിയാ മുർസലുകളും കാണിച്ച സർവ്വ മുഅ്ജിസത്തുകളും കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ മുഅ്ജിസത്തുകൾക്ക് പകരമായി ഇവിടെ കറാമത്ത് കാണിക്കാൻ കഴിയുന്ന ആളാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി എന്ന് സമർത്ഥിക്കാനാണ് ഈ മൊയ്ന്ത് ഇങ്ങനെ പാടിയത്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ഹയാത്താക്കിയതുപോലെ CM വലിയുള്ളാഹി മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ട് പാമ്പാക്കിയതുപോലെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി വടിയിട്ട് പാമ്പാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം പിന്നെ ഉറുമ്പുകളോട് മറ്റൊക്കെ സംസാരിച്ചതുപോലെ മറ്റുള്ള ജീവികളോടൊക്കെ ഭാഷ സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി. ഇങ്ങനെ ഏതെങ്കിലും ഒരു നബിൻ്റെ റൂട്ടല്ല, 1,24,000-ഓളം നബിമാരുടെയും അവരുടെ മൊത്തം മുഅ്ജിസത്തുകളുടെയും സമ്മേളിച്ച എല്ലാം കൂടി ഒരുമിച്ച രൂപമാണ് CM എന്ന് സമർത്ഥിക്കാനാണ് ഈ കൂതറ പാട്ടുകാരൻ ഇത് പാടുന്നത്. മനസ്സിലാകണ്ടോ? ഇവനെ സംബന്ധിച്ചിടത്തോളം ഇതല്ല, അതിൻ്റെ അങ്ങേപ്പുറം പാടും ചെയ്യും. അതിനൊക്കെ ന്യായീകരിക്കാനും വേണ്ടിയിട്ട് ആ 3 കോളാമ്പിയാൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. തെറിയൂർ കുഞ്ഞമ്മദും
അതുപോലെ മറ്റേ കോമാണ്ടിൻ്റെ അനുയായികളുണ്ടല്ലോ അറ്റിങ്ങൾ, അവർക്ക് എന്തും പറയാം. കാരണം ഷിയായിസത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ പറഞ്ഞ കോമാണ്ടി സുലൈമാണ്ടി ത്വരീഖത്തുകൾ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട് സഹാബത്തിനും. ആ ചരിത്ര പശ്ചാത്തലത്തിൽ അത് അങ്ങനെ തന്നെ CM വലിയുള്ളാഹി ഒരു കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ, വയനാടോ മറ്റോ ഒരു കല്യാണത്തിൽ ചെന്നപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കയ്യേകാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവിടുത്തെ വെല്ലിൻ്റെ ഉള്ളിലൂടെ വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവർ തള്ളി വിടാറുണ്ട്, മുമ്പേ പറയാറുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ ക്ലിപ്പുണ്ടായിരുന്നു. എന്ത് കൂളത്തോടും പറയും. മുമ്പ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയാണ് പടച്ചോൻ എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ CM ആണ് ഞങ്ങളെ പടച്ചോൻ എന്ന് പറഞ്ഞോളിന്ന് യാതൊരു കഥയില്ലാതെ പാടിയപ്പോൾ അതിന് ന്യായീകരിച്ചു മറ്റേ കോളാമ്പികൾ. ഹയ്യുൽ ഖയ്യൂമായത് ആരാണെന്ന് ചോദിച്ചപ്പോൾ CM വലിയുള്ളാഹിയാണ് എന്ന് പറഞ്ഞു. അതിനും ന്യായീകരിച്ചു മറ്റേ കോളാമ്പി. ഇങ്ങനെ ഇവൻ്റെ തൊള്ളിക്കൂടെ ടോയ്ലറ്റ് സമാനമായ ഇവൻ്റെ തൊള്ളിക്കൂടെ എന്ത് വരുന്ന വിസർജ്യവും അണ്ണാക്ക് തൊടാതെ വീങ്ങുന്ന കോളാമ്പികളാണ് തെറിയൂർ കുഞ്ഞമ്മിൻ്റെ കോളാമ്പി. അത് പൊതുജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ഔലിയാക്കൾക്ക് കറാമത്തുകളും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുകളും ഉണ്ടാകും. കറാമത്തും മുഅ്ജിസത്തും പറയേണ്ടതാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം അതാണ്. അതേ സമയത്ത് സമകാലികരായ കാലഘട്ടത്തിലില്ലാത്ത ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അടക്കമുള്ള ഔലിയാക്കൾക്ക് സേവനം ചെയ്തിരുന്ന ആളുകൾ പോലും അറിയാത്ത പുതിയ പുതിയ കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരെ വഫാത്ത് കഴിഞ്ഞ് 36 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 36 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, മറ്റേതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാത്ത ഇല്ലാത്ത സംഭവങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതുപോലെ അങ്ങനെ പറയാം. നമ്മളെ കീശേരിക്കാരൻ പമ്പേസ് മൗലവിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ണോട് കണ്ടതുപോലെയാണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഇവിടെ ഹയാത്തിലിരിക്കുന്ന കാലത്ത് ചങ്ങായിയൊന്നും വള്ളി ടൗസറിട്ട് നടക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. എന്നിട്ട് ഓൻ്റെ വർത്താനം കേട്ടാൽ തോന്നിപ്പോവുക ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ഇടങ്കൈയായി ഒപ്പം നടന്നിരുന്നു എന്നുള്ള തോന്നിപ്പോവും. പാച്ച നോണ ഞാൻ പറയുന്നതിന് യാതൊരു ഇതുമില്ല. യഥാർത്ഥത്തിൽ ഷിയായിസത്തിൻ്റെ മറ്റൊരു വേർഷനാണ് കുരുവട്ടൂരിസം. കുരുവട്ടൂരിസത്തിൽ നിന്ന് ഷിയായിസത്തിലേക്ക് അകലം കുറവ് എന്നല്ല, അകലം ഇല്ല, രണ്ടും ഒന്ന് തന്നെ. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളാകുന്ന ഏതൊക്കെ കള്ളത്വരീഖത്തുകളുണ്ടോ അതിനൊക്കെ വാരി പുണരുക എന്നുള്ളതാണ് കുരുവട്ടൂരിസം. ഇതൊക്കെ എന്താ ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഉണ്ടായ കാരണം അത് ചിന്തിക്കണം. കർമ്മശാസ്ത്രം പറയുന്ന, ഫിഖ് പറയുന്ന ആലിമീങ്ങൾക്കെതിരെ പുച്ഛം, അവരോടുള്ള വൈരാഗ്യം, അവരോടുള്ള ആ ഒരു തരം മാനസിക വിഭ്രാന്തി, അതിൽ നിന്നാണ് ഈ പറഞ്ഞ സകല ഷിയായിസത്തെയും വാരിപ്പുണരേണ്ടി വന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹന്മാരാകുന്ന ആലിമീങ്ങളെ കുതിര കയറിയത് കൊണ്ടാണ് ഇത്തരം ഒരു ഗതി അവർക്ക് വന്നത്. ഇവർക്കൊക്കെ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമാൻ അല്ലാതെ ജീവൻ പോകുന്നൊരവസ്ഥയായിരിക്കും. കൺട്രോൾ വേണ്ടി ഈമാൻ അല്ലാതെ ജീവൻ പോകും. ആ ഒരു അവസ്ഥയിലേക്ക് ഇവർ വരും. ഈ ഉമ്മത്തിനെ പഠിച്ചു തമ്പുരാൻ കാക്കട്ടെ. കാരണം വഹാബി മൗദൂദി പുത്തനാശയത്തേക്കാൾ കൂടുതൽ ഈ ഉമ്മത്തിനെ വൈപേപ്പിക്കുന്നത് കള്ളത്വരീഖത്തുകാരാണ്. കള്ളത്വരീഖത്തുകാരൻ ഇസ്ലാമിൻ്റെ ആത്മീയതയെ ചൂഷണം ചെയ്യുന്ന കള്ളത്വരീഖത്തുകാരനും ഇസ്ലാമിലെ ആത്മീയത എന്ന് പറഞ്ഞ സാധനത്തെ പറ്റെ നിഷേധിക്കുന്ന പുത്തനാശയക്കാരനും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. രണ്ടിനെയും അറബിക്കടലിലേക്ക് എറിയണം.